പൾസർ സുനിയുടെ കറക്കം ആഡംബര വാഹനങ്ങളിൽ. സുനിയുടെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് അന്വേഷണം തുടങ്ങി സ്പെഷ്യൽ ബ്രാഞ്ച്. നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയുടെ സാമ്പത്തിക ഉറവിടം അന്വേഷിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച്. ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിനു ശേഷം 1/4 കോടിയോളം വിലയുള്ള വാഹനങ്ങളിലാണ് സുനിയുടെ സഞ്ചാരം. വെറുമൊരു ഡ്രൈവർ മാത്രമായിരുന്ന സുനി വിചാരണയ്ക്കായി കോടതിയിലെത്തിയത് ആഡംബര വാഹനങ്ങളിൽ. 10 തവണയോളം ഹൈക്കോടതിയിലും പിന്നീട് 4 തവണയോളം സുപ്രീം കോടതിയിലും പോയാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 20-ന് സുനി ജാമ്യം നേടിയെടുത്തത്. കർശന വ്യവസ്ഥകളോടെയായിരുന്നു കോടതി ജാമ്യം അനുവദിച്ചത്. സാമ്പത്തികമായി വളരെ പിന്നോട്ട് നിന്നിരുന്ന സുനി നടി ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ തന്റെ കയ്യിൽ പൈസയില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇത്രയൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ഒറ്റ സിറ്റിംഗിൽ ലക്ഷങ്ങൾ ഫീസായി വാങ്ങിയിരുന്ന പ്രമുഖരായ അഭിഭാഷകരായിരുന്നു സുനിക്ക് വേണ്ടി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഹാജരായത്. ജയിലിൽ 63 രൂപ കൂലിക്ക് പണിയെടുത്ത സുനി ഇത്രയും തുക എവിടെ നിന്ന് ലഭിക്കുന്നുവെന്ന സംശയം നേരത്തെ ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. സുനിയുടെ സാമ്പത്തിക സ്രോതസ്സിൽ സംശയമുണ്ടെന്നായിരുന്നു ഹൈക്കോടതി വ്യക്തമാക്കിയത്. സാമ്പത്തികമായി ഏറെ പിന്നിലായിരുന്ന സുനി ജാമ്യം അനുവദിച്ച വേളയിൽ വിചാരണ കോടതി ഉത്തരവിട്ട 2 ലക്ഷം രൂപ കെട്ടിവെച്ചാണ് പുറത്തിറങ്ങിയത്. സുനിയുടെ വീടും പോക്കുവരവുകളും സ്പെഷ്യൽ ബ്രാഞ്ച് സംഘം നിരീക്ഷിക്കുന്നുണ്ട്. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ സുനിയുടെ ജീവിത രീതികൾ സുനിക്ക് പിന്നിൽ ഏതൊക്കെയോ വമ്പന്മാർ ഉണ്ടെന്ന സംശയമാണ് ബലപ്പെടുത്തുന്നത്. കേസിലെ 8 പ്രതികളിൽ 7 പേരും സാമ്പത്തികമായി ഉയർന്ന പശ്ചാത്തലം ഉള്ളവരല്ല. എന്നാൽ 8ാം പ്രതി കോടികൾ ആസ്തിയുള്ള നടൻ ദിലീപാണ്. സുനിക്ക് പിന്നിൽ ദിലീപാണെന്ന ആരോപണമാണ് അതിജീവിതയെ പിന്തുണയ്ക്കുന്നവർ ആരോപിക്കുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണത്തിൽ സുനിയുടെ സാമ്പത്തിക ഉറവിടം എന്താണെന്ന് കണ്ടെത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്.